ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട തെളിവുകൾ ചിത്രങ്ങൾ ഇന്ന് മാതൃഭൂമി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. 2007 മാതൃഭൂമി പകർത്തിയ ദൃശ്യമായിരുന്നു അത്. 2007 പോറ്റിയുടെ ചിത്രങ്ങൾ പകർത്തിയ മാതൃഭൂമി ഫോട്ടോഗ്രാഫർ പി രതീഷ്, അദ്ദേഹം ഇന്നും ശബരിമല ഡ്യൂട്ടിയിലാണ്. അന്ന് ചിത്രം പകർത്തിയ ഓർമ്മകൾ രതീഷ് മാതൃഭൂമി ന്യൂസുമായി പങ്കുവെക്കുന്നുണ്ട്. കേൾക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറെ ചർച്ചയാകുന്ന ഒരു ഫോട്ടോയുണ്ട്. ആ ഫോട്ടോ അത് 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത് എന്ന് സ്ഥാപിക്കുന്ന തെളിവായി നൽകുന്ന ഫോട്ടോയാണ്. ആ ഫോട്ടോ എടുത്ത് നമ്മുടെ സ്വന്തം മാതൃഭൂമിയുടെ സ്വന്തം ഫോട്ടോഗ്രാഫറാണ് പി രതീഷ്. എങ്ങനെയാണ് ആ ഫോട്ടോയിലേക്ക് എത്തിയത്? ഈ മുഖം കണ്ടപ്പോൾ ഓർമ്മ വന്നതാണോ? 2007 തോന്നുന്നല്ലേ ഫോട്ടോ? അതെ, അത് ഞാനിവിടെ 2006 പത്തനംതിട്ട ഫോട്ടോഗ്രാഫറായിട്ട് ജോയിൻ ചെയ്യണത്. അപ്പോൾ 2006 മുതൽ സ്ഥിരമായിട്ട് എല്ലാ പ്രോഗ്രാമുകൾക്ക് ഇവിടെ വരാറുണ്ട്. അന്ന് മുതലേ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മുഖമാണ് അദ്ദേഹം. പുള്ളി ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം അന്ന് മുതലുള്ള എൻ്റെ കയ്യിലുള്ള ഫോട്ടോസ് എല്ലാം ഞാൻ ഇപ്പോൾ ഈ ശബരിമലയ്ക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് വെറുതെ ഒന്ന് നോക്കുമ്പോഴാണ് ഇദ്ദേഹം അതിലുള്ളത്. പുള്ളി അറിയായിരുന്നു, പക്ഷേ പടങ്ങളിങ്ങനെ എൻ്റെ കയ്യിലുള്ളതായിട്ട് എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. എല്ലാത്തിലും പുള്ളി വളരെ സജീവമായിട്ട് തന്നെ ഉണ്ട്. ഈ 2007 ഉത്സവ സമയത്തുള്ള പടങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനു മുമ്പ് ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നോ എന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. ഇതിപ്പോൾ അന്ന് അങ്ങനെ കണ്ടു. അന്ന് മുതലുള്ള എല്ലാ ചടങ്ങുകളിലും പുള്ളിയെ കണ്ടിട്ടുണ്ട്. ഞാനിവിടെ ഉള്ള സമയങ്ങളിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അധികം സംസാരിക്കാത്ത ഒരാളാണ്. എന്തായാലും ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ആർക്കൈവിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞതല്ലേ? കോടതിയുടെ കയ്യിലിരിക്കുന്ന കേസല്ലേ, അപ്പോൾ അത് പുള്ളി കുറ്റവാളിയാണോ എന്താണെന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്തായാലും ഇത് 2014 മുതലാണ് ഇത് ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയണത് തീർത്തും തെറ്റാണ്. കാരണം 2007 മുതൽ ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖമാണത്. എന്തിനാണ് തപ്പിയത്? CD ആയിരുന്നോ അതോ? CD ആണ്. അന്ന് പറഞ്ഞ പോലെ ഹാർഡ് ഡിസ്കുകളൊക്കെ ഉണ്ട്. എങ്കിലും ആ സമയത്ത് 2006 ഇപ്പോൾ ഫിലിം ക്യാമറയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് CD ആണ്. അപ്പോൾ CD-യിലാണ് ഉണ്ടായിരുന്നത്. പഴയ പടങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കാണാനുള്ള ഒരു കൗതുകം കൊണ്ടും കൂടിയാണ് ഞാനത് അന്ന് മുതലേ അത് ആർക്കൈവ് ചെയ്യണത്. അപ്പോൾ അത് അങ്ങനെ നോക്കിയപ്പോൾ അതിൽ കണ്ടെന്നുള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്നോ അല്ലെങ്കിൽ 2007 അദ്ദേഹം ഉണ്ടെന്നുള്ളതൊന്നും നമ്മൾ ഈ സമയത്തൊന്നും പ്രതീക്ഷിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് കുറേ ചിത്രങ്ങളിലുണ്ട് പുള്ളി. പിന്നെ ആറാട്ടിന് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഇവിടെ തിടമ്പൂരിക്കണ ചടങ്ങിലുണ്ട്. പിന്നെ പാട്ടാമ്പടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ചിത്രങ്ങളിലുണ്ട്. നമ്മൾ കാണാത്ത സാധനങ്ങൾ ഒരു ക്യാമറ കൊണ്ട് അതെടുത്ത് വയ്ക്കാം. പിന്നീട് അത് എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗപ്പെടണം. ഇപ്പോൾ ഈ പറഞ്ഞ വിവാദമായിട്ടുള്ള ആളുകളെല്ലാം ഏതെങ്കിലും രീതിയിൽ ഫോട്ടോയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. രണ്ടാമത് ഇവിടെ വിജയ് മല്യ വന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പടം തപ്പി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വിജയ് മല്യയുടെ പടവും കിട്ടി എനിക്ക്. ഇനി അന്വേഷിച്ചാൽ കൂടുതൽ ഫോട്ടോകളിലേക്ക് കാര്യങ്ങൾ പോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടും. പക്ഷേ അത് കുറേയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പടങ്ങൾ ലോസായി പോയിട്ടുണ്ട്. കാരണം എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു അളവ് കുറവായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ആണെങ്കിൽ ഹാർഡ് ഡിസ്ക് ഒക്കെ ഉണ്ട്, അതിലേക്ക് മാറ്റാൻ പറ്റും. അന്നൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് CD-യിൽ റൈറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ആ ഫോട്ടോ ആണ് ഇപ്പോൾ ചർച്ച. ഞാനിവിടെ ശബരിമലയിൽ വരാൻ വേണ്ടിയിട്ടും ഒരിക്കൽ വന്ന് ഇവിടെ നിന്ന് തൊഴുതിറങ്ങിപ്പോവാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയ ഒരു സന്ദർഭമുണ്ട് മാതൃഭൂമിയിൽ വരുന്നതിന് മുമ്പ്. അതിനുശേഷം ഇവിടെ വന്നിട്ട് എനിക്കിവിടെ തന്നെ ഫോട്ടോഗ്രാഫറായിട്ട് കിട്ടി. ഇവിടെ ശബരിമലയിൽ എവിടെയും ഒരു നമുക്ക് നിൽക്കാനും ഒരു അവസരമൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഇതൊരു നിമിത്തമായിട്ട് തന്നെയാണ്. ക്യാമറ കാണുന്ന കാര്യങ്ങളുണ്ട്, ക്യാമറയിൽ പതിയുന്ന കാര്യങ്ങളുണ്ട്. അതൊന്നും അങ്ങനെ പെട്ടെന്ന് പോയി പോകുന്ന കാര്യമല്ല. അത് വർഷങ്ങൾക്കിപ്പുറമോ അല്ലെങ്കിൽ ആ നിമിഷത്തിൽ തന്നെ പല സത്യങ്ങളും വെളിവാക്കും എന്നൊരു ആത്മനിർവൃതിയിലാണ് ഇപ്പോൾ എന്തായാലും നമ്മുടെ സ്വന്തം ഫോട്ടോഗ്രാഫർ ഒപ്പമുള്ളത്. ജയചന്ദ്രൻ മുല്ലമ്പാറയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം. 2007 ചിത്രം 19 വർഷങ്ങൾക്ക് മുൻപുള്ളത്. അന്നു മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ സാന്നിധ്യം ആ പ്രധാനപ്പെട്ട തെളിവാണ്. ആ പ്രധാനപ്പെട്ട ചിത്രം പകർത്തിയ ക്യാമറാമാനാണ് പി രതീഷ്, ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹമാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെയും സംസാരിച്ചത്. കേസിലെ പ്രധാനപ്പെട്ട ഒരു ചിത്രം കൂടിയായി മാറുകയാണ് ഇതിപ്പോൾ.